Good morning, children. Welcome to our English class. How was your Christmas? Hope all of you are enjoyed well. Do you remember our last class? Where did we stop? Yes, last class we saw a young lover and a nightingale. Okay, now we can move to our next paragraph, page number 142. All of you listen carefully. I'll read. Death is a great price to pay for a red rose, cried the nightingale, and life is very dear to all. It is pleasant to sit in the green wood and to watch the sun in his chariot of gold and the moon in her chariot of pearl. Sweet is the scent of the hawthorn, and sweet are the bluebells that hide in the valley, and the heather that blows on the hill. Yet love is better than life. And what is the heart of a bird compared to the heart of a man? Here, the nightingale, we can see the nightingale was thinking about true love. അതായത് നൈറ്റിംഗെയില് യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. നൈറ്റിംഗെയിലിനോട് നമ്മൾ കണ്ടു റോസ് ട്രീ പറഞ്ഞത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. അപ്പോൾ നൈറ്റിംഗെയിൽ ചോദിക്കുകയാണ്, ഡെത്ത് ഈസ് ദി ഗ്രേറ്റ് പ്രൈസ് ഫോർ എ റെഡ് റോസ്. ഒരു റെഡ് റോസിനുള്ള ഒരു വിലയാണോ ജീവിതം എന്ന് പറയുന്നത്? ഈ ഭൂമിയിൽ ജീവിക്കുക എന്നുള്ളത് എത്ര സന്തോഷകരമായ കാര്യമാണ്. അതായത് പച്ച കലർന്ന മരങ്ങളിൽ ഇരിക്കാനും, സൂര്യൻ അതിൻ്റെ സ്വർണ്ണരഥത്തിലേറി നീങ്ങുന്നതും, ചന്ദ്രൻ പേളിൻ്റെ രഥത്തിൽ മൂവ് ചെയ്യണതും, അതേപോലെ ചെടികളുടെയും പൂക്കളുടെയും മണം ആസ്വദിക്കുന്നതും ഒക്കെ എത്ര സന്തോഷകരമാണ്. ഒരു പക്ഷിയുടെ ജീവനാണോ ഒരു പൂവിനെ വിലയായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്? അതായത് മനുഷ്യൻ്റെ സ്നേഹത്തിനേക്കാളും വലുതാണോ ഒരു പക്ഷിയുടെ ജീവിതമെന്ന് നൈറ്റിംഗേൽ സ്വയം ചോദിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ. സോ മൂവ് ടു നെക്സ്റ്റ്. So she spread her brown wings for flight and soared into the air. She swept over the garden like a shadow, and like a shadow she sailed through the grove. The young student was still lying on the grass where she had left him, and the tears were not yet dry in his beautiful eyes. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നൈറ്റിംഗേൽ വാസ് സ്റ്റിൽ സെർച്ച് ഫോർ ദി റെഡ് റോസ്. ഷീ വാസ് ലുക്കിംഗ് ഫോർ ദി റെഡ് റോസ് എവ്രിവെയർ. But the young student was still lying on the grass. He was crying. സ്റ്റുഡൻറ്റിൻ്റെ ആ കുട്ടിയുടെ മുഖത്തുനിന്ന് കണ്ണുനീര് ഇതുവരെയും ഉണങ്ങിയിട്ടില്ല. മനോഹരമായ കണ്ണുകളിൽ നിന്നും അപ്പോഴും കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു. Be happy, cried the nightingale. Be happy, you shall have your red rose. I will build it out of my music by moonlight and strain it with my own heart blood. All that I ask of you in return is that you will be a true lover. The nightingale tell to the boy, be happy, don't worry, I'll help you, don't worry, I will help you, I'll give you your red rose. നിനക്ക് റെഡ് റോസ് എൻ്റെ മ്യൂസിക് കൊണ്ട്, എൻ്റെ ഹൃദയരക്തം കൊണ്ട് ഉണ്ടാക്കി നിനക്ക് തരും. നീ ആകെ എനിക്ക് തിരിച്ചെനിക്ക് തരേണ്ടത്, നീ എപ്പോഴും ഒരു യഥാർത്ഥ ലവറായിരിക്കും, യഥാർത്ഥം സ്നേഹത്തെ അത്രമായി പരിശുദ്ധമായി കാണും എന്നുള്ള ഒരു ഉറപ്പാണ് നീ എനിക്ക് തരേണ്ടത് എന്ന് നൈറ്റിംഗേൽ ആരോട് പറയാണ്? സ്റ്റുഡൻറ്റിനോട് പറയാണ്. The student looked up from the grass and listened, but he could not understand what Nightingale was saying to him, for they only knew the things that are written down in the books. But the student, he could not understand what the Nightingale has told him. Nightingale എന്താ പറയണമെന്നൊന്നും ഈ കുട്ടിക്കൊന്നും മനസ്സിലായില്ല. കാരണം ബുക്കിലുള്ള അറിവ് മാത്രമേ ആർക്കുള്ളൂ? ഈ മനുഷ്യന്മാർക്ക് ഉള്ളൂ അല്ലേ? പക്ഷികളൊന്നും സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. But the oak tree understood and felt sad, and he was very fond of Nightingale, who had built her nest in its branches. പക്ഷേ ഓക്ക് ട്രീക്ക് അത് മനസ്സിലായി. ഓക്ക് ട്രീക്ക് വളരെ ദുഃഖം തോന്നി. കാരണം നൈറ്റിംഗേലിൻ്റെ പാട്ട് കേട്ട് വളരെ മനോഹരമായ പാട്ട് കേൾക്കുകയും നൈറ്റിംഗേലിനെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ് ഇതാണ് ഓക്ക് ട്രീ. ഓക്ക് ട്രീ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓക്ക് മരം. സിംഗ് മീ വൺ ലാസ്റ്റ് സോങ്, ഹി വിസ്പേർഡ്, ഐ ഷാൽ ഫീൽ വെൻ യു ആർ ഗോൺ. അതായത് എനിക്ക് വേണ്ടി ഒരു പാട്ടും കൂടിയും പാടൂ എന്ന് ഓക്ക് ട്രീ പറയാണ്. ആരോട്? നൈറ്റിംഗേലിനോട്. സോ ദി നൈറ്റിംഗേൽ സാങ് ടു ദി ഓക്ക് ട്രീ ആൻഡ് ഹർ വോയിസ് വാസ് ലൈക്ക് വാട്ടർ ബബ്ലിംഗ് ഫ്രം ദി സിൽവർ ജാർ. നൈറ്റിംഗേൽ സാങ് എ സോങ് ഫോർ ദി ഓക്ക് ട്രീ. ഇറ്റ് വാസ് ലൈക്ക് എ വാട്ടർ ബബ്ലിംഗ് ഫ്രം സിൽവർ ജാർ. ഒരു സിൽവർ ജാറിൽ വെള്ളം കുലുങ്ങുന്ന പോലെയുള്ള ഒച്ചയാണ് ആരുടെ?
നൈറ്റിംഗേൽ അത്ര മനോഹരമായ ഒച്ചയായിരുന്നു നൈറ്റിംഗേലിന്. വെൻ ഷി ഹാഡ് ഫിനിഷ്ഡ് ഹർ സോങ് ദി സ്റ്റുഡൻറ്റ് ഗോട്ട് അപ്പ് ആൻഡ് പുൾഡ് എ നോട്ട് ബുക്ക് ആൻഡ് എ പെൻസിൽ. And when the moon alone shone in the heaven, and the nightingale flew into the red rose tree and set her breast against the thorn. All night long she sang with her breast against the thorn, and the cold crystal moon leaned down and listened. All night long she sang, and the thorn went deeper and deeper into her breast, and her lifeblood ebbed away from her. Then what happened? The nightingale went near the rose tree. The moon was shining, and nightingale flew near the red rose tree and set her breast against the throne. മുള്ളുമേ ഹൃദയം കൊണ്ട് അമർത്തി വെച്ചിരുന്നുകൊണ്ട് നൈറ്റിംഗേൽ ഷീ സാങ് ഓൾ ദ നൈറ്റ്. ആ രാത്രി മുഴുവൻ ഇരുന്നു കൊണ്ട് പാടി, ഉറക്കെ പാടി. അപ്പോൾ ആ ത്രോൺ വെൻറ്റ് ഡീപ്പർ ആൻഡ് ഡീപ്പർ ഇൻ ടു ഹർ ഹാർട്ട്. അതായത് ആ മുള്ള് അവളുടെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറി. അതിൽ നിന്ന് ലൈഫ് ബ്ലഡ്, ഹൃദയരക്തം പതുക്കെ ഒഴുകിക്കൊണ്ടിരുന്നു ആ മുള്ളിൻ്റെ ആ ചെടിയുടെ ഉള്ളിലേക്ക്. ഓൺ ദ ടോപ്പ് മോസ്റ്റ് സ്പ്രേ ഓഫ് ദി റോസ് ട്രീ ദർ ബ്ലോസംഡ് എ മാർവലസ് റോസ്, പെറ്റൽ ഫ്ലോഡ് following petal, as song followed song. But the tree cried into the nightingale to press closer against the thorn. Press closer, little nightingale, cried the tree, or the day will come before the rose is finished. അങ്ങനെ ഹൃദയരക്തം കൊണ്ട് റോസ് ട്രീ ആകെ ചുവന്നു. അതിൽ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോസ് ഫ്ലവർ വിരിഞ്ഞു. ബട്ട് ദി ട്രീ ക്രൈഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. പക്ഷേ ആ ട്രീ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നൈറ്റിംഗേൽ പ്രസ് ക്ലോസ് ആൻഡ് ക്ലോസ്, അതർവൈസ് the day will come before the rose is finished. അല്ലെങ്കിൽ നീ വേഗം ഒന്നും കൂടി അമർത്തി വെക്കൂ, ഇല്ലെങ്കിൽ എന്താ നേരം ഇപ്പോൾ പുലരും, അപ്പോൾ റോസ് ഫ്ലവർ വിരിയില്ല, അതുകൊണ്ട് ഒന്നും കൂടി അമർത്തി വെക്കൂ എന്ന് നൈറ്റിംഗേലിനോട് റോസ് ട്രീ പറഞ്ഞുകൊണ്ടിരുന്നു. സോ ദി നൈറ്റിംഗേൽ pressed closer against the throne, and louder grew her song, and a delicate flush of pink came to the leaves of the rose, and the tree cried to the nightingale to press closer against the throne. Press closer, little nightingale, cried the tree, or the day will come before the rose is finished. So the nightingale pressed closer against the throne, and the throne touched her heart, and fierce pang of pain shot through the air. Bitter and bitter was the pain, and wilder grew her song, for she sang the love that perfected by death, and the love that dies in his storm. അങ്ങനെ സോ ദ നൈറ്റിംഗേൽ പ്രസ്ഡ് ക്ലോസ് ആൻഡ് ക്ലോസർ ടു ദി ത്രോൺ, ആൻഡ് ഷീ സാങ് ലൗഡർ ആൻഡ് ലൗഡർ, ആൻഡ് ദി tree but the tree again cried and told nightingale, press closer, otherwise day will come. Press closer, nightingale. The nightingale, she pressed closer and closer against the throne, and this throne touched her heart, and it pierced, and the fierce pang of pain shot through her, and she felt so much pain, but the nightingale continued her song, and at last what happened? And a marvelous rose became crimson, and like rose of the eastern sky, a rose flower. Here we can see a rose flower, a reddish color rose flower was there. But the nightingale's voice grew fainter and fainter, and little wings began to beat, and a film came over her eyes. Fainter and fainter grew her song, and she felt something choking her in her throat. And here we can see her voice become fainter, and and wings began to beat. അവളുടെ സ്വരം ഇങ്ങനെ തളർന്നുകൊണ്ടേയിരുന്നു, അതായത് ചിറകുകളൊക്കെ പതുക്കെ താഴേക്ക് വീഴുന്ന പോലെ തോന്നി. അത് വളരെ വീക്കായിക്കൊണ്ടിരിക്കുന്നു നൈറ്റിംഗേലിൻ്റെ സോങ്. അവളുടെ കഴുത്തിൽ എന്തോ ശ്വാസം മുട്ടുന്ന പോലെ നൈറ്റിംഗേലിന് ഫീൽ ചെയ്തു തുടങ്ങി. Then she gave one last burst of music. The white moon heard it, and she forgot the dawn and lingered it on the sky. The red rose heard it, and it trembled all over the ecstasy and opened its petal to the cold morning air. അങ്ങനെ അവളുടെ പാട്ട് കേട്ട് ചന്ദ്രൻ, അതായത് മൂൺ അവിടെ നിന്ന് നീങ്ങാൻ തന്നെ മറന്നു. അവളുടെ ഒച്ചയിൽ അവിടെ തന്നെ നിന്നുകൊണ്ട് ഇതൊന്ന് കേട്ടിരുന്നു. And the red rose heard it. Red rose also heard it, and at last it opened its petal. അതിൻ്റെ ഇതളുകളെല്ലാം വിരിഞ്ഞ് വളരെ മനോഹരമായ പ്രഭാതത്തിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഇതിൻ്റെ ഇതളുകളെല്ലാം
തുറന്നു. "Look, look," cried the tree. "The rose is finished now." But the nightingale made no answer, for she was lying dead in the long grass with a thorn in her heart. അപ്പോൾ the tree became very happy and tree cried, "Look, there is a rose flower." But the nightingale did not hear it. Why? Because she was lying dead in the long grass and with a thorn in her heart. അതായത് ഹൃദയത്തിൽ ആ മുള്ളുമായി നൈറ്റിംഗേൽ അവിടെ മരിച്ചു വീണു. And at the moon, and the student opened the window and looked out. "Why, what a wonderful piece of luck," he cried. "Here is a red rose. I have never seen any rose like it in all my life." And he leaned down and plucked it. And the student, when he opened the window, he saw the red rose there, and he wondered, I didn't see such a flower anywhere in my life. What a beautiful flower. അതായത് എന്തൊരു ഭംഗിയുള്ള പൂവ്, ഞാൻ ഇത്ര നല്ല പൂവ് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്ന് ആ പൂവ് പറിച്ചെടുത്തു. Then he put on his hat and ran up to the professor's house with a rose in his hand. എന്നിട്ട് എന്താ ചെയ്തേ, ആ ഫ്ലവർ പറിച്ചെടുത്തുകൊണ്ട് ആ പ്രൊഫസറിൻ്റെ വീട്ടിലേക്ക്, അതായത് ലവറിൻ്റെ വീട്ടിലേക്ക് ഓടി. The daughter of the professor was sitting in the doorway winding blue silks on the reel, and her little dog was lying in her feet. "You said that you would dance with me if I brought you a red rose," cried the student. "Here is the reddest rose in all the world. You will wear it tonight next to your heart and we will dance together." അതായത് അവിടെ എത്തിയതിന് ശേഷം പ്രൊഫസറുടെ ഡോട്ടറുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, "നീയല്ലേ പറഞ്ഞത് റെഡ് റോസ് കൊണ്ടുവന്നാൽ യു ഹാവ് ടോൾഡ് മീ യു വിൽ ഡാൻസ് വിത്ത് മീ ഓൾ ദ നൈറ്റ്. ഹിയർ ഈസ് ദി റെഡ് റോസ്. നീയല്ലേ പറഞ്ഞത് ഈ റെഡ് റോസ് കൊണ്ടാൽ ഈ രാത്രി മുഴുവൻ എൻ്റെ കൂടെ ഡാൻസ് ചെയ്യുമെന്ന്. ഇതാ ഞാൻ നിനക്കായിട്ട് റെഡ് റോസ് കൊണ്ടുവന്നിരിക്കുന്നു. But the girl frowned. "I am afraid it will never go with my dress," she answered. "And besides, the Chamberlain's nephew had sent me some real jewels, and everybody knows that jewels cost far more than flowers." അപ്പോൾ ലവർ പറയാണ്, ആ ഗേൾ പറയാണ്, "ഐ എം അഫ്രൈഡ് ഇറ്റ്സ് നോട്ട് മാച്ചിങ് വിത്ത് മൈ ഡ്രസ്സ്. ഈ റോസ് എൻ്റെ ഡ്രസ്സായിട്ട് മാച്ച് ചെയ്യില്ല. മാത്രമല്ല ചാമ്പർലൈൻസ് നെഫ്യൂ, അതായത് കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ, അയാൾ എനിക്ക് നല്ല ജ്വൽസ് ആഭരണങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട്. മാത്രമല്ല എല്ലാവർക്കും അറിയാം, എവ്രിബഡി നോസ് ദാറ്റ് ജ്വൽസ് കോസ്റ്റ് ഫാർ മോർ ദാൻ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിനേലും വിലപിടിപ്പുള്ളതാണ് എന്ത്, ജ്വൽസ്. Well, upon my word, you are very ungrateful," said the student angrily, and he threw the red rose into the street, where it fell into the gutter and the cartwheel went over it. "What a silly thing love is," said the student as he walked away. And the student became very angry and sad, and he said, and he threw this red flower into the street. ആ റോസ് എടുത്തുകൊണ്ട് സ്ട്രീറ്റിലേക്ക് വലിച്ചെറിയാണ്, ദേഷ്യവും സങ്കടവും സഹിക്കാൻ വയ്യാതെ. ദ റോസ് ഫ്ലവർ ഫെൽ ഇൻ ടു എ ഗട്ടർ. ആ ഫ്ലവർ ഒരു ഗട്ടറിൽ, റോഡിലെ ഒരു ഗട്ടറിൽ വീഴുകയും ഒരു കാർട്ട്, ഒരു വണ്ടിയുടെ ചക്രം അതിന്മേൽ അതിലെ കൂടെ ആ റോസ് ഫ്ലവറിൻ്റെ മീതെ കൂടെ കടന്ന് പോവുകയും ആ റോസ് ഫ്ലവർ അരഞ്ഞു പോവുകയും ചെയ്യുകയാണ്. "What a silly thing love is," said the boy. അപ്പോൾ ആ കുട്ടി പറയാണ്, ആ ആൺകുട്ടി പറയാണ്, "What a silly thing love is." സ്നേഹമെന്ന് പറയുന്നത് എത്ര നിസ്സാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് he walked away. Okay, this is the chapter. I think all of you like this chapter very much. So go through the question answers and the other activities of the chapter. Okay, thank you.